ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ കുറിച്ചിട്ടാണ്. ബിഫോർ ദാറ്റ് നമുക്ക് അറിയണം വാട്ട് ഈസ് ആൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ആൻഡ് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ at which the weighted average cost of capital is minimum and the value of the firm is maximum. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് മിനിമം, ഫേംസ് വാല്യൂ വിച്ച് മീൻസ് ദ മാർക്കറ്റ് വാല്യൂ മാക്സിമം ആയിരിക്കുന്ന പൊസിഷനെയാണ് നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏതൊരു കമ്പനിയും വിഷ് ചെയ്യുന്നത് ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യാനാണ്. then only then they can maximize the value of the firm. അതിനു വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. സോ ബട്ട് നമുക്ക് ഒരു കാര്യം അറിയാം, വി ഹാവ് ടു കൈൻഡ്സ് ഓഫ് ഫണ്ട്സ്, ഡെറ്റ് ഫണ്ട്സ് ആസ് വെൽ ആസ് ഇക്വിറ്റി ഫണ്ട്സ്. ഇത് തമ്മിലുള്ള ട്രേഡ് ഓഫ്, ഒരു ബാലൻസ് വളരെയധികം അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്കൊരു എപ്പോഴും കോസ്റ്റ് മിനിമൈസ് ചെയ്ത് വാല്യൂ ഓഫ് ദ ഫേം മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ഒരു സർട്ടൻ ലിമിറ്റ് കഴിഞ്ഞാൽ ഡെറ്റ് ഫണ്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മോർ ഫിനാൻഷ്യൽ റിസ്ക് ആണ് കൊണ്ടുവരുന്നത്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് അറൈസസ് ഡ്യൂ ടു ദ എക്സസീവ് യൂസ് ഓഫ് ഡെറ്റ് ഓർ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് ഇൻ അവർ ക്യാപിറ്റൽ. ക്യാപിറ്റലിനെ യൂസ് ചെയ്യുമ്പോഴാണ് ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നത്. എ കമ്പനി വിത്ത് നോ ഡെറ്റ് ഫിനാൻസിങ് ഹാസ് നോ ഫിനാൻഷ്യൽ റിസ്ക്. ഡെറ്റ് ഫിനാൻസിങ് ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് ഇല്ല. So that the extent of the financial risk depends upon the leverage of the firm's capital structure. Leverage means the use of debt or fixed income bearing securities. Use of debt. അത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഇൻക്ലൂഡ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നത്. സോ ഇതെല്ലാം ബാലൻസ് ചെയ്താലാണ് നമുക്കൊരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഹിയർ ഇസ് എ ഗ്രാഫ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ് ആക്സിസ് റെപ്രസെൻറ്റ്സ് ദ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻറ്റ്സ് ദ കോസ്റ്റ് ആൻഡ് വാല്യൂ. കോസ്റ്റ് ആൻഡ് വാല്യൂ, ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ദ ഫേംസ് വാല്യൂ മാക്സിമം ആയിട്ടുള്ള പോയിന്റ് വെൻ കോസ്റ്റ് ഇസ് ലോവർ. കോസ്റ്റ് എന്ന് പറയുന്നത് താഴെ കൂടെ പോകുന്ന നമ്മുടെ കർവ്ഡ് ലൈനാണ്, ആൻഡ് മുകളിലൂടെ താഴേക്ക് വരുന്നതാണ് വാല്യൂ. സോ ആ ട്രഫ് പോലെയുള്ള ഏരിയയിലാണ് ഏറ്റവും അധികം കോസ്റ്റ്ലെസ് ആയിട്ട് ലോവസ്റ്റ് കോസ്റ്റ് നമുക്കറിയാം. ഇതാണ് നമ്മുടെ ലോവസ്റ്റ് പോയിന്റ്. ആൻഡ് ഈ പോയിന്റിൽ തന്നെയാണ് നമുക്ക് വാല്യൂ മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് thus the optimum capital structure is represented by the debt equity ratio at which the cost of capital is lowest and the value of the firm is maximum. And ഇതാണ് നമ്മുടെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ പോയിന്റ്. ആൻഡ് സം ഓതേഴ്സ് സേസ് ദാറ്റ് ഈച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഒപ്റ്റിമം. എല്ലാ ക്യാപിറ്റൽ സ്ട്രക്ചറും ഒപ്റ്റിമം ആണ്. ആൻഡ് ദർ ഇസ് നോ സച്ച് എ കോൺസെപ്റ്റ് ലൈക്ക് ദിസ്. ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇന്ന ഒരു റേഷ്യോയിലുള്ള ഡെറ്റ് ഇക്വിറ്റി വന്നാലാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ക്യാപിറ്റൽ സ്ട്രക്ചറും ഷുഡ് ബി ഒപ്റ്റിമം. അത് ഒപ്റ്റിമം ആയിരിക്കണം. ആൻഡ് ദീസ് പോയിന്റ്സ് should be kept in mind while maximizing the value of the firm in achieving the goal of optimum capital structure. And the first point here it is, if the return on investment is higher than the fixed cost of funds, the company should prefer to raise funds having a fixed cost. അതായത് ഇൻവെസ്റ്റ്മെന്റിലുള്ള റിട്ടേൺ ആണ് കൂടുതൽ, കോസ്റ്റിനേക്കാളും ഇൻവെസ്റ്റ്മെന്റിലുള്ള റിട്ടേൺ ആണ് കൂടുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു റേസ് ദ ഫിക്സഡ് കോസ്റ്റ് പേരിംഗ് ഫണ്ട്സ് സച്ച് ആസ് ഡിബെഞ്ചേഴ്സ്, ലോൺസ്, പ്രിഫറൻസ് ക്യാപിറ്റൽ എക്സെട്ര. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ആണ് ദ ടാക്സ് ലിവറേജ്. നമുക്കറിയാം, വെൻ ഡെപ്റ്റ് ഈസ് യൂസ്ഡ് ആസ് സോഴ്സ് ഓഫ് ഫിനാൻസ്, ദ ഫേം സേവ്സ് an amount in payment of tax as interest, as allowed as deductible expenses in computation of tax, and hence the effective cost of debt is reduced, which is called as tax leverage. Debt funds ne use ചെയ്യുമ്പോൾ നമുക്ക് as the interest ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. and that is known as the tax leverage. And it says that a company should take advantage of tax leverage. And the third thing is the capital structure should be flexible.
And the fourth one, the firm should avoid undue financial risk attached with the use of increased debt financing. കാരണം ക്യാപിറ്റൽ നമ്മൾ ഫെർദർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ദ ഷെയർഹോൾഡേഴ്സ് പെർസീവ് ദ ഹൈ റിസ്ക്. സോ ആൻഡ് ഇഫ് ഹൈ റിസ്ക് ആണെങ്കിൽ ഫെർദർ ആയിട്ട് ഡെറ്റ് ക്യാപിറ്റൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് വന്നാൽ റിസ്ക് കൂടും. റിസ്ക് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് കുറയാൻ സാധ്യതയുണ്ട്. സോ ഒരു ലിമിറ്റിന് കഴിഞ്ഞ് നമ്മൾ ഡെറ്റ് ഫിനാൻസിങ് യൂസ് ചെയ്യാൻ പാടില്ല. ഫിനാൻഷ്യൽ റിസ്ക് അണ്ടർടേക്ക് ചെയ്തിട്ട് കാര്യമില്ല. So these things should be kept in mind while deciding about the optimum capital structure. Then the essentials of the optimum capital structure. The first one is balance, which means there should be a balance between equity and debt funds. Economy, it should be economical, which means the cost of issue should be minimum so that we can reduce the financial risk. Then liquidity and solvency. And we should consider the liquidity and the solvency of the company too. അല്ലെങ്കിൽ കൂടുതൽ ഡെറ്റ് ഫണ്ട്സ് നമുക്ക് വരുമ്പോൾ നമ്മുടെ കമ്പനി സോൾവെൻ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി ഫ്ലെക്സിബിൾ. അതായത് വെനെവർ വി നീഡ്സ് വി ഹാവ് ടു റേസ് ഫണ്ട്സ്, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ to repay the funds when they are not required. നമുക്ക് ഫണ്ട്സ് ആവശ്യമില്ലെങ്കിൽ അത് റീപേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം. സിംപ്ലിസിറ്റി, ഇറ്റ് ഷുഡ് ബി വെരി സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം. സേഫ്റ്റി, ആൻഡ് ഐഡിയൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ദ മാക്സിമം റിട്ടേൺ, the capital structure, equity shareholders ആണ് നമ്മുടെ റിയൽ ഓണേഴ്സ്, അവർക്ക് മാക്സിമം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ദ മാക്സിമം കൺട്രോൾ. ആൻഡ് നമുക്കറിയാം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഡിബിറ്റർ ഹോൾഡേഴ്സും ലിമിറ്റഡ് കൺട്രോൾ ഉള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്, ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. സോ അവരുടെ കൺട്രോൾ പ്രിസർവ് ചെയ്യുന്ന തരത്തിലുള്ള ഡെറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം നമ്മൾ ഫോം ചെയ്യാൻ. ബാലൻസ്ഡ് ലിവറേജ്, അതായത് എല്ലാ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിന് ഇഷ്യൂ ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബാലൻസ്ഡ് ലിവറേജ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം. സോ ദ എസെൻഷ്യൽസ് ഓഫ് ഓർ റിക്വസിറ്റ്സ് ഓഫ് optimum capital structure includes balance, economy, liquidity and solvency, flexibility, simplicity, safety, maximum return, maximum control, and the balanced leverage. Next, we are going to learn about the theories of capital structure. Capital structure theories ആണ് പഠിക്കാൻ പോകുന്നത്. The first theory ആണ് the net income theory, and the second one net operating theory, traditional theory, as well as Modigliani-Miller theory. We have 4 theories of capital structure. Coming to the first kind of theory, which is known as the net income theory. And this theory it was developed by David Durant, and it is also known as fixed KE theory. Fixed KE theory ennu parayum. And this theory അനുസരിച്ച് ഇവർ പറയുന്നത് എന്താണെങ്കിൽ കമ്പനിക്ക് അല്ലെങ്കിൽ ഫേമിനെ ഡെറ്റ് ഫണ്ട്സിന് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം ബേണിംഗ് സെക്യൂരിറ്റീസിന് അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്സിനെ കൂടുതൽ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഫേംസിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ തിയറിയുടെ കോൺസെപ്റ്റ്. According to this theory, a company can increase the value of the firm and reduce the overall cost of capital by increasing the proportion of debt in its capital structure to the maximum possible extent. We know that the debt is cheapest source of funds due to 2 reasons. First one, the interest rate is always lower than the dividend rate. And another thing is the interest is a tax deductible expense. ഈ 2 കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് the debt is a cheapest source of fund. Okay, then what will happen when debt includes in our capital structure? നമ്മൾ ഡെപ്റ്റിന് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇത് ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് ആയതുകൊണ്ട് നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഡിക്രീസ്. അങ്ങനെ ഓവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നു. ആൻഡ് വി ക്യാൻ മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്, വിച്ച് മീൻസ് ദ വാല്യൂ ഓഫ് ദ ഫേം.
We all know that there's a relationship between the cost of capital and the value of the firm, because the value of the firm depends upon the capital structure. And what is the capital structure? Capital structure involves the different forms of capital, mainly the ownership funds and the debt funds. And the major assumptions of net income theory. The cost of debt is always lower than the cost of equity. There is no tax. The cost of debt and the cost of equity remains constant. The risk associated with debt does not affect the perception of investors. And there is no hidden cost when more debt is introduced. ഇത്രയാണ് എൻ്റെ അസംഷൻ. ഇതിലെ പല അസംഷൻസും നമുക്ക് പറയാം അത് റിയലിസ്റ്റിക് അല്ല. അത് തന്നെയാണ് ഈ തിയറിയുടെ ഡിസഡ്വാൻറ്റേജുമായിട്ട് നമുക്ക് പറയാം. സോ ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഡേവിഡ് ഡുറാൻഡ് ആണ്. ഇതിനെ ഫിക്സഡ് കെ ഇ തിയറി എന്ന് പറയും. ഇത് കോൺസെപ്റ്റ് പറഞ്ഞത് എത്രയേ ഉള്ളൂ. നമ്മൾ ഡെറ്റ് ഫണ്ട്സിനെ കൂടുതലായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ പറ്റും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലോവർ ചെയ്യാൻ പറ്റും. ഇത് കാരണം എന്തുകൊണ്ടെന്നാൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ടാണ്. എന്തുകൊണ്ടാണ് അത് ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ആയത്? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലോവർ ആണ് ദാൻ ദ ഡിവിഡൻഡ് റേറ്റ്, ആസ് വെൽ ആസ് ഇൻട്രസ്റ്റ് ഇസ് എ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. ഈ രണ്ട് കാരണം കൊണ്ട് ഡെപ്റ്റ് ഫണ്ട്സ് കൂടുതൽ ചീപ്പറായി, അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലെസ് ആയി. അതുകൊണ്ട് തന്നെ ഡെറ്റ് ഫണ്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോടെല്ലാം, ഈ ക്രെഡിറ്റേഴ്സിനോട് നമുക്കൊരു ഫിക്സഡ് കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ വാല്യൂ കൂട്ടാൻ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. And the main points of net income approach: if the firm does not use debt, its overall cost of capital will be equal to cost of equity. Debt use ചെയ്തില്ലെങ്കിൽ KO, overall cost of capital is always represented by KO, it will be equal to KE. An increase or decrease in financial leverage does not affect the cost of debt and the cost of equity. നമ്മൾ ഈ ഡെറ്റ് ഫണ്ട്സ് കൂട്ടിയാലും കുറച്ചാലും കോസ്റ്റ് ഓഫ് ഡെറ്റിനെയോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനെയോ എഫക്റ്റ് ചെയ്യില്ല. An increase in financial leverage, which means the increase in the proportion of debt, reduces the overall cost of capital, and the decrease in financial leverage increases the overall cost of capital. Increase in financial leverage increases the shareholders' earnings and the market value of equity shares. അതായത് ഡെറ്റ് ഫണ്ട്സിനെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിംഗ് കൂടുന്നു, ബൈ ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടുന്നു, ഹെൻസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ്. ഇനി ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? The total value of the firm equal to market value of equity plus market value of D. Value of the firm നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് V. V equal to E plus D. E stands for the market value of equity and D stands for the market value of debt. And how can we calculate the market value of equity capital? E equal to EBIT minus I divided by KE. EBIT എന്ന് പറഞ്ഞാൽ earning before interest and tax, and I stands for the interest on debt and K stands for the cost of equity capital. So E equal to, which means the market value of equity equal to EBIT minus I divided by KE. And how can we calculate the overall cost of capital? The overall cost of capital capitalization rate എന്ന് പറയാം, which is known as K0, KO equal to EBIT divided by value of the firm, so which means V. EBIT divided by V ചെയ്താൽ നിങ്ങൾക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ V കാൽക്കുലേറ്റ് ചെയ്യാൻ E plus T, which means the market value of equity plus market value of debt, and market value of equity calculate ചെയ്യാനോ EBIT minus I divided by KE, and KO the overall cost of capital calculate ചെയ്യാൻ EBIT divided by V. നമുക്കൊരു പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. A company's expected annual net operating income is 1 lakhs, which means എന്താണ് net operating income എന്ന് പറഞ്ഞാൽ which means അത് EBIT ആണ്. So here the EBIT is 1 lakh rupees. It has 3 lakhs 8% debentures and the equity capitalization rate is 10%. Calculate the value of the firm and the overall capitalization rate. അതാണ് ആദ്യത്തെ question. Second one,
Find out the impact of the value of the firm and the overall capitalization rate by increasing debt component to 4 lakhs and decreasing in debt to 2 lakhs. Cost remains the same. അതായത് ആദ്യം നമ്മൾക്ക് വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കണം, KO കണ്ടുപിടിക്കണം. സെക്കൻഡിൽ വീണ്ടും അത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ കുറച്ച് മാറ്റമുണ്ട്. ഓൾറെഡി നമുക്കുണ്ടായിരുന്നത് 3 lakhs ഡിബെഞ്ചർ ആണ്. അത് 4 lakh ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, 2 lakhs ആക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കൊന്ന് ആൻസർ ഒന്ന് നോക്കാം. ആദ്യം ദ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എഴുതണം, EBIT എഴുതണം. EBIT എന്ന് പറയുന്നത് 1 lakh എഴുതി. ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. ലെസ് ഇൻട്രസ്റ്റ് ഓൺ 8% ഡിബെഞ്ചേഴ്സ് 3 lakhs ആണ്. 3 lakhs 8% 24,000. സോ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 76,000 ആണ്. പിന്നെ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് അവിടെ തന്നിരിക്കുന്നുണ്ട്, ഇറ്റ് ഇസ് 10%. ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്യണം, എന്ത് ചെയ്യണം, EBIT minus I divided by KE. EBIT minus I 76,000 ആണെന്ന് കണ്ടുപിടിച്ചിരുന്നു. 76,000 divided by 10%. So 76,000 into 100 by 10. So 7,60,000. അതാണ് E. Then value of the firm കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ വേണ്ടത്, V equal to E plus T. അപ്പോൾ E കിട്ടിക്കഴിഞ്ഞു 7,60,000. Then D കാൽക്കുലേറ്റ് ചെയ്യണം. D ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, it has 3 lakhs ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 3 lakhs എന്ന് പറയുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള ഡിബെഞ്ചർ എമൗണ്ട്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബെഞ്ചർ 3 lakhs. So the total value of the firm equal to, which means 7,60,000 plus 3 lakhs. So that the total value of the firm will be rupees 10,60,000. Then we have to calculate the overall cost of capital, which means that the capitalization rate. അതായത് നമ്മൾ KO എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. And the KO equal to EBIT divided by V. EBIT divided by value എന്നാണ് അർത്ഥം. EBIT എന്ന് പറയുന്നത് 1 lakhs ആണ്. വാല്യൂ ഓഫ് ദ ഫേം നിങ്ങളിവിടെ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് 10,60,000. 1 lakhs divided by 10,60,000 into 100. So you will get 9.43%. അതാണ് the overall cost of capital KO. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഫസ്റ്റ് A പറഞ്ഞിരുന്നത് അതാണ്, the calculates the value of the firm and the overall cost of capital. Then B എന്ന് പറയുന്നതല്ലേ എന്താ ചെയ്യേണ്ടത്, ഡിബെഞ്ചർ 4 lakhs ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതാണ് ഒരു ഓപ്ഷൻ. അതാണ് അടുത്തത് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ചെയ്യണം, ബട്ട് ഒരു വ്യത്യാസം വരുന്നത് ഇൻട്രസ്റ്റ് മാറും. 4 lakhsമേ 8% വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ, 32,000. സോ ദ EBIT മൈനസ് I എന്ന് പറയുന്നത് 68,000 ആവും. EBITക്ക് വ്യത്യാസമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് 9.26 ആണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. പിന്നെ ഡി, ഇപ്പോൾ ഇവിടെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 4 lakhs ആണ്. കാരണം എല്ലാം 4 lakhsലേക്കും ആയി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ 9.26% ആണ് വന്നത്. എന്താണ് സംഭവിച്ചത്, വെൻ ഡെപ്റ്റ് ഫണ്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു, 9.26 വന്നു. ദെൻ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അത് 2 lakhs ആയി കഴിഞ്ഞാൽ, അതായത് ഡെറ്റ് ഫണ്ട്സ് 3 lakhs എന്നുള്ളത് 2 lakhs ഒക്കെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി 9.61. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടാണ് ചെയ്യുന്നത്, ഡെറ്റ് ഫണ്ട്സ് കുറയുമ്പോൾ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ് 9.61%ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ, ഡെറ്റ് ഫണ്ട്സിന് മോർ ഡെറ്റ് ഫണ്ട്സിന് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വെൻ ഡെറ്റ് ഫണ്ട് ഡിക്രീസസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ്. ഇതാണ് ഇതിൽ നിന്നുള്ള കൺക്ലൂഷൻ. ഇത് നമുക്കൊരു ഗ്രാഫ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ്സ് ദ ഡിഗ്രി ഓഫ് ലിവറേജ് ആൻഡ് ദ വൈ ആക്സിസ് റെപ്രസെൻറ്റ്സ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഹിയർ ഈ വൈ ആക്സിസിലാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെറ്റ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെഷർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഗ്രാഫിൽ നമുക്ക് കാണാം ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. വൈ, എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ assumption തന്നെ, ഈ തിയറിയുടെ assumption തന്നെ അങ്ങനെയാണ്. The cost of debt is always lower than the cost of equity. And when the debt increases,
അതായത് ഡെറ്റ് ഫണ്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ്ഡ് ആവുന്നു. ആ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ ആ ലൈൻ താഴേക്കാണ് പോകുന്നത്. ഡെറ്റ് ഫണ്ട്സ് വരുമ്പോൾ താഴേക്ക് പോകുന്നു. ബട്ട് ഇറ്റ് നെവർ ടച്ചസ് ദ കെ ഡി പോയി പോയിന്റിൽ അത് ടച്ച് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താ ടച്ച് ചെയ്താൽ അർത്ഥം ഫുൾ ഡെപ്റ്റ് ഫേം ഉണ്ടെന്നാണ്. അങ്ങനെ ഒരു ഫേം ഒരിക്കലും അവൈലബിൾ അല്ല. ദ വിൽ നോട്ട് ബി എനി ഓൾ ഡെറ്റ് ഫേം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും ടച്ച് ചെയ്യില്ല. ബട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇക്വിറ്റിയാണ്. ഡെറ്റ് ഫണ്ട്സ് കുറവാണ്. ഡെറ്റ് ഫണ്ട്സ് റൈറ്റ് സൈഡിലേക്ക് പോകും തോറും കൂടുകയാണ് ചെയ്യുന്നത്. സോ ഡെറ്റ് ഫണ്ട്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതിൻ്റെ ഗ്രാഫ് താഴേക്ക് വരാണ്. ബട്ട് ഇറ്റ് നെവർ ടച്ചസ് എ KD ബിക്കോസ് ദർ വിൽ നോട്ട് ബി എനി ഓൾ ഡെറ്റ് ഫേം. അതുകൊണ്ടാണ് ഇത് ടച്ച് ചെയ്യാത്തത്. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം ഇസ് ഹയസ്റ്റ് ആൻഡ് the KO is lowest. എപ്പോഴാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് കൂടുന്നു, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലോവർ ചെയ്യുന്നു. എപ്പോഴാണ്? വെൻ മോർ ഡെപ്റ്റ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അവർ ക്യാപിറ്റൽ സ്ട്രക്ചർ. മോർ ഡെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് അവർ നെറ്റ് ഇൻകം തിയറി. ആൻഡ് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യാം. മിസ്സിനെ അത് ആൻസർ ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഫോടെക് കമ്പനി is expecting an annual EBIT of rupees 1 lakhs. The company has rupees 4 lakh in 10% debenture. The cost of equity capital or the capitalization rate is 12.5%. Calculate the total value of the firm according to the NI approach. Total value of the firm ആണ് നിങ്ങളോട് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ആൻസർ ചെയ്തിട്ട് മിസ്സിനെ അറിയിക്കാം. സോ താങ്ക് യു.